എന്താ മോളെ? അവന്റെ എന്തായി? വിഷ്ണുവിന് ജാമ്യം കിട്ടിയില്ലേ? അതെ, ഇതൊരു കുത്തുകേസാ സത്യമേ. പക്ഷെ ചെയ്തിരിക്കുന്നത് വിഷ്ണുവേട്ടനല്ല. കുത്തിയത് ആരാണെന്ന് വിഷ്ണുവേട്ടനും അറിയില്ല. നാളെ വിഷ്ണുവേട്ടനെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം നമുക്ക് അവിടെ കോടതിയിൽ നിന്ന് എടുക്കണം. അല്ല മോളെ, അപ്പൊ നമ്മുടെ അർജുൻ എന്താ പറയുന്നത്? കുത്തുകൊണ്ട ആളുടെ മൊഴിയാണ് അച്ഛാ വിഷ്ണുവേട്ടനെ കുടുക്കിയിരിക്കുന്നത്. ജാമ്യം കിട്ടണമെങ്കിൽ കോടതിക്ക് സത്യാവസ്ഥ മനസ്സിലാവണം. മോളെ, വിഷ്ണു പേടിക്കേണ്ട സത്യമേ, വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ശാലിനിയാ പറയുന്നത്. അച്ഛാ പറഞ്ഞു. മോളെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാമായിരുന്നല്ലോ. എന്താ അച്ഛാ കാര്യം? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി, ഞാൻ വരാം അച്ഛാ. ഓ, അച്ഛന് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന്. നിങ്ങൾ അവളെ വിളിച്ചിട്ടെല്ലാം പറയാനുള്ള ഒരുക്കമാണോ? എന്തു പറയാൻ? ഗോപാലട്ട, ഇവിടെ നടന്നതൊക്കെ ഞാൻ അവളോടൊന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവൾ ആദ്യം വിളിക്കുന്നതേ ആ ശ്രീരഞ്ജിനി ആയിരിക്കും. എന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറയും. കാരണം നീതിയും നിയമവും കളക്ടർ വില കൊടുത്ത് വാങ്ങിയെന്നേ പിന്നീട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ. അങ്ങനെ ഞാൻ പോവാണെങ്കിലേ എന്റെ ഒപ്പം നീ ഉണ്ടെന്ന് ഞാനങ്ങ് പറയും. അമ്മയും കൂടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കളക്ടർമോള് തന്റെ ആദർശമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും. ഒരിക്കലും ഇല്ല ഗോപാലട്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ശിക്ഷ അനുഭവിക്കണമെന്നേ നമ്മുടെ മോള് പറയൂ. അതിന് കാരണം അവളെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. വിഷ്ണുവിന്റെ കാര്യത്തിലും അവൾ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. വിഷ്ണു നിരപരാധിയാണെങ്കിൽ അവൾ വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്നാണ് പറഞ്ഞത്. ശാരദ, ഇവിടെ നീയും കുറ്റം ചെയ്തിട്ടില്ല, ഞാനും കുറ്റം ചെയ്തിട്ടില്ല. വിഷ്ണു ഇതിൽ പങ്കാളിയല്ല.